ആശാവർക്കർമാർക്ക് പ്രതിമാസം 7,000 രൂപ അധികമായി നൽകാനുള്ള തീരുമാനവുമായി ബിജെപി ഭരിക്കുന്ന പാല മുത്തോലി പഞ്ചായത്ത്. പഞ്ചായത്തിന്റെ 2025-26 ബജറ്റിലാണ് ഈ നിർണായക പ്രഖ്യാപനം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന തുകയ്ക്ക് പുറമെയാണ് പഞ്ചായത്ത് തുക നൽകുക. ഓണറേറിയം വർധനവ് ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കർമാർ സമരം തുടരുന്നതിനിടെയാണ് കോട്ടയം പാല മുത്തോലി പഞ്ചായത്തിന്റെ നിർണായകമായ ഇടപെടൽ. സർക്കാർ കൊടുക്കുന്ന വേതനത്തിന് തുല്യ തുക അധികമായി നൽകാനാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനമെന്ന് മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് ജി മീനാഭവൻ അറിയിച്ചു. ഇതിനായി 2025-26 ബജറ്റിൽ മാറ്റിവെച്ചത് 12 ലക്ഷം രൂപയാണ്. പ്രതിമാസം 7,000 രൂപ വീതം, അങ്ങനെ ഒരു വർഷം 84,000 രൂപ ആശാപ്രവർത്തകർക്ക് അധികമായി ലഭിക്കും. മുത്തോലി ഗ്രാമപഞ്ചായത്തിലെ ബഡ്ജറ്റ് അവതരണത്തിൽ ആശാ വർക്കർമാർക്ക് 12 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. ഒരു ആശാ വർക്കറിന് ഒരു വർഷം ഏതാണ്ട് 84,000 രൂപയാണ് ബഡ്ജറ്റിൽ വകവെച്ചത്. കാരണം പണിയെടുക്കുന്നവർക്ക് കാശ് കൊടുക്കണം, അത് ഔദാര്യമല്ല, അവരുടെ അവകാശമാണ്. ഇന്ന് 7,000 രൂപ ഓണററിയവും അതുപോലെ ഇൻസെന്റീവും ഒക്കെ ആയിട്ട് അവർക്ക് 10,000 രൂപയോളോ അല്ലെ 12,000 രൂപയോളാണ് അവർക്ക് ലഭിക്കുന്നത്. പക്ഷെ അവർക്ക് 7,000 രൂപയെ എല്ലാ മാസവും കയ്യിൽ ഓണററിയായി കിട്ടാറുള്ളൂ. ധാരാളം ജോലികൾ, അതായത് കൊറോണ കാലത്തും കോവിഡ് കാലത്തും ഒക്കെ അവരുടെ ആരോഗ്യം പോലും അല്ലെ അവരുടെ ജീവൻ പോലും പണയം വെച്ച് പണിയെടുത്ത ഒരു മേഖലയിലെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തകരാണ് അവർ. തീർച്ചയായിട്ടും മുത്തോലി പഞ്ചായത്തിലെ ബഡ്ജറ്റിൽ ഒരു മാസം ഒരു ആശാ വർക്കറിന് 7,000 രൂപ അധിക വേതനം നൽകാൻ ബഡ്ജറ്റിൽ വകവെച്ചിരിക്കുകയാണ്. ആകെ 13 ആശാമാരാണ് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭ ആശാ വർക്കർമാർക്ക് അധിക തുക നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. സംസ്ഥാനത്തെ നിരവധി തദ്ദേശ സ്ഥാപനങ്ങൾ ആശാ വർക്കർമാർക്കായി അധിക ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും വലിയ തുക വകയിരുത്തിയതും മുത്തോലി ഗ്രാമപഞ്ചായത്താണ്. ജനം, കോട്ടയം.